ഇസ്രയേലും അമേരിക്കയും നിരുപാധികം ഇറാനിലേക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതിൻ്റെ ഫലമായി മേഖലയിലുടനീളം ഇറാൻ മുമ്പ് തന്നെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെ മുന്നറിയിപ്പ് നൽകിയതുപോലെ മേഖലയിലുടനീളം മിഡിൽ ഈസ്റ്റിൽ ഒന്നാകെ ഒരു വലിയ യുദ്ധം കത്തിപ്പടരുകയും അശാന്തി ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയും ഇസ്രയേലും ലോക നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഇറാനിൽ നടത്തിയ യുദ്ധം ഏത് രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്, ഇതിനൊരു അവസാനമുണ്ടോ, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല വാദങ്ങളുമായി ഇങ്ങനെ പുറത്തു വരികയാണ്. ഇപ്പോൾ 2-3 ദിവസങ്ങൾക്ക് അകം തന്നെ അദ്ദേഹം പല പ്രഖ്യാപനങ്ങളും നടത്തുന്നു. ഇറാനിൽ അതിശക്തമായ ആക്രമണം ഇസ്രയേലും അമേരിക്കയും തുടരെ നടത്തിക്കൊണ്ടിരിക്കെ അദ്ദേഹം പൊടുന്നനെ വന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇറാനിലെ എനർജി സൈറ്റുകളെ, ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളെ ആക്രമിക്കുമെന്ന്. എന്നാൽ 48 മണിക്കൂർ കൊണ്ട് സ്റ്റേറ്റ് ഓഫ് ഹോർമുസ് തുറന്നിട്ടില്ലെങ്കിൽ ഞാൻ 48 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഇറാനിലേക്ക് ഇറാൻ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള അതിശക്തമായ ആക്രമണമാണ് അയച്ചുവിടുക എന്ന് അദ്ദേഹം ഒരു വലിയ പ്രഖ്യാപനം നടത്തി. പക്ഷേ 48 മണിക്കൂറിനോട് അടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ 5 ദിവസത്തേക്ക് അത് നിർത്തിവെച്ചിരിക്കുന്നു, ഇനി ഇറാനിൽ 5 ദിവസത്തേക്ക് ആക്രമിക്കുകയില്ല. കാരണം അവർ ഇങ്ങോട്ട് നമ്മോട് ഒരു കരാറിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിൽ കരാറിനു വേണ്ടി US-ന്റെ നിർബന്ധപ്രകാരം അത്തരത്തിലൊരു ചർച്ച ഇറാൻ വിദേശകാര്യമന്ത്രിയും US-ഉം തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിറ്റ്കോഫും കുഷ്നറും നേതൃത്വം കൊടുത്തുകൊണ്ടൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ടേബിളിലേക്കെന്നോണം അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തുകയും അവരുടെ ആയത്തുള്ള അലി ഖാംനിയെ തന്നെ കൊന്നുകളയുന്ന രീതിയിലേക്ക് ഒരു യുദ്ധം തുടക്കം കുറിക്കുകയും ചെയ്തത്. ഇറാന് സംഭവിച്ചിട്ടുള്ള നഷ്ടം ഒട്ടും ചെറുതല്ല. പക്ഷെ ഇറാന്റെ ഭാഗത്ത് നിന്ന് അവർ ഉദ്ദേശിച്ചതിലും രീതിയിലുള്ള പ്രത്യാക്രമണം GCC മേഖലയിലും മിഡിൽ ഈസ്റ്റ് മേഖലയിലും ഉടനീളമുള്ള അമേരിക്കൻ സംവിധാനങ്ങൾക്ക് നേരെ, ബേസുകൾക്ക് നേരെ ഉണ്ടായി എന്നുള്ളതാണ്. അതിന് ഇത്തരത്തിൽ അമേരിക്ക പോലും ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് അവരുടെ മിഡിൽ ഈസ്റ്റിലെ അവരുടെ സഖ്യരാജ്യങ്ങളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇറാൻ മുതിർന്നപ്പോഴാണോ, അതല്ല ഈ അമേരിക്കക്ക് ഇത്തരത്തിലുള്ള ഒരു യുദ്ധം നീട്ടിക്കൊണ്ടുപോവാൻ കഴിയാത്തത് കൊണ്ടാണോ, അതുമല്ല അവരുടെ സഖ്യരാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണോ, എന്താണെന്നറിയില്ല, പൊടുന്നനെ ഇസ്രയേലിനെ അവിടെ ഇട്ടുകൊണ്ട് അമേരിക്ക പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് 2-3 ദിവസങ്ങളായി നമ്മൾ കണ്ടുവരുന്നത്. ഈ ഒരു സംഭവം അതിനുശേഷം ഈ 5 ദിവസം ഞാൻ താൽക്കാലികമായി നിർത്തുന്നു എന്ന് പറഞ്ഞ അതേ ട്രംപ് തന്നെ ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം പറയുകയാണ് 10 ദിവസത്തേക്ക് ഇറാനിലെ ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളെ ആക്രമിക്കുകയില്ല എന്ന്. കാരണം ഈ ഒരു ചർച്ച, ഇറാനുമായി നാം നടത്തുന്ന ചർച്ച വളരെ ഭംഗിയായി മുന്നോട്ട് പോകുകയാണെന്നും അതുകൊണ്ട് തന്നെ 10 ദിവസത്തേക്ക് ആക്രമണം മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് ഇദ്ദേഹം തന്നെ വീണ്ടും വന്ന് പറയുകയാണ്. പക്ഷെ പലപ്പോഴും ഇറാൻ പറയുന്നത് അത്തരത്തിലൊരു ചർച്ച നടക്കുന്നില്ലെന്നും ഇത് ലോക മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില നിയന്ത്രിക്കുവാൻ വേണ്ടിയുള്ള ട്രംപിന്റെ ഒരു തന്ത്രം മാത്രമാണെന്നും ഒരുപക്ഷെ ഇറാനുമായ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറാകാനുള്ള, അവർക്ക് ഒരുങ്ങുവാനുമുള്ള സമയം അവർ കണ്ടെത്തുകയാണെന്നും മറ്റുമൊക്കെ പറഞ്ഞ് ഇറാൻ ഇതിനെ പൂർണ്ണമായും നിഷേധിക്കുകയും, എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞു, പാകിസ്ഥാൻ വഴി ഞങ്ങൾക്ക് ഒരു 15 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള US-ന്റെ 15 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് കടലാസിൽ പോലും കാണാൻ ഭംഗിയില്ലാത്തതാണ്, ഒരിക്കലും ഇറാൻ അത് സ്വീകരിക്കുകയില്ല എന്ന്. ഇത്തരത്തിൽ വളരെ വലിയ സംഭവ വികാസങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഇടക്ക് ലോകം മുഴുക്കെ എന്ന് വേണമെങ്കിൽ പറയാം എനർജി ഷോർട്ടേജ് നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുമൊക്കെ. എന്തിലധികം അമേരിക്കയിൽ പോലും എണ്ണക്ക് വില കൂടുകയും സാധനങ്ങൾക്ക് വില കൂടുകയും ചെയ്യുന്ന ഒരു സന്ദർഭം രൂപപ്പെടുകയും ട്രംപിന് അവിടുത്തെ ജനങ്ങളിൽ നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു, പിന്തുണ കുറഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. ഇതിനൊക്കെ ഇടക്ക് ട്രംപ് ഉദ്ദേശിച്ചതുപോലെ നാറ്റോ സഖ്യരാജ്യങ്ങളെയോ യൂറോപ്യൻ രാജ്യങ്ങളെയോ ഇത്തരത്തിൽ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാൻ പറ്റാത്തതും ട്രംപിന് വലിയ ഒരു നയതന്ത്ര തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഈ യുദ്ധത്തോടു കൂടി എന്ന് തന്നെ വേണം പറയാൻ. ഇറാന്റെ തിരിച്ചടി വളരെ ശക്തമായി കഴിഞ്ഞ ദിവസവും തുടരുകയാണ്. കുവൈത്തിൽ പോർട്ട് ആക്രമണവും അതുപോലെ തന്നെ GCC രാജ്യങ്ങളിലെ മുഴുവൻ US സംവിധാനങ്ങളെയും
വീണ്ടും ആക്രമിച്ചുകൊണ്ട് ഇറാന്റെ പ്രത്യാക്രമണം അമേരിക്കക്ക് നേരെ വളരെ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയും ആണ്. ഇതിനിടയ്ക്ക് ഈ ഒരു ബ്രേക്ക് എന്തിനാണ്? അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയാണോ, അതോ ഒരു വലിയ കരയുദ്ധത്തിന് വേണ്ടി അമേരിക്ക തയ്യാറെടുക്കുകയാണോ എന്ന് ലോകത്ത് വലിയ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ചോദ്യം അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ പലപ്പോഴും പല ആളുകളും പറയുന്നത് GCC രാജ്യങ്ങളെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരാക്രമണത്തിന് അമേരിക്ക പദ്ധതിയിടുന്നു എന്നാണ്. എന്നാൽ എൻ്റെ അഭിപ്രായ പ്രകാരം ഒരു രീതിയിലും ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുവാൻ GCC രാജ്യങ്ങൾ തയ്യാറാവുകയില്ല. അവരെപ്പോഴും അവർക്ക് അവരുടെ രാജ്യങ്ങളിൽ സമാധാനം ആഗ്രഹിക്കുന്ന, സമാധാനം കാംക്ഷിക്കുന്ന രാഷ്ട്രങ്ങൾ എന്ന നിലക്ക് തീർച്ചയായും ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുവാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. എന്നാൽ അമേരിക്കയുടെ കൂടെ തന്നെ ചേർന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു മാർഗമായിരിക്കും GCC രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുക. പക്ഷെ അമേരിക്ക ഇത്തരത്തിൽ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നു, ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും മിഡിൽ ഈസ്റ്റിലേക്ക് ഒരുപാട് അമേരിക്കൻ സൈനികരെ പിന്നെ എന്തിന് ട്രംപ് നിയോഗിക്കണം, അമേരിക്കൻ യുദ്ധവകുപ്പ് നിയോഗിക്കണം എന്ന ഒരു ചോദ്യവും ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പോഴാണ് ചിലർ പറയുന്നത് കരയുദ്ധത്തിന് വേണ്ടി അമേരിക്ക തയ്യാറെടുക്കുകയാണെന്ന്. പക്ഷെ ഇറാൻ പറയുന്നു, ഞങ്ങളുടെ ഭൂപ്രകൃതിയിലേക്ക്, ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഇറാന്റെ മലകളും മറ്റും നിറഞ്ഞ ഈ ഒരു ഭൂമിയിലേക്ക് നിങ്ങൾ കരയുദ്ധത്തിന് വേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായും അതിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. 10 ലക്ഷം സൈനികരെ ഞങ്ങൾ അണിനിരത്തും എന്നുള്ളതാണ് ഇറാന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. തീർച്ചയായും ലോകത്തെ ഒട്ടുമിക്ക അനലിസ്റ്റുകളും പണ്ടേ പറയുന്നതാണ്, ഇറാനിൽ കരയുദ്ധം നടത്തി ജയിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണെന്നും അത് സംഭവിക്കാൻ പോകുന്നില്ല എന്നും. അതുകൊണ്ട് തന്നെ ഒരു കരയുദ്ധത്തിന് അമേരിക്ക മുതിരും എന്ന് ചിന്തിക്കാൻ വയ്യ. അത് അത്തരത്തിൽ മുതിരുകയാണെങ്കിൽ അത് അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അബദ്ധത്തിലേക്കാണ് അമേരിക്ക കാലെടുത്ത് വെക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തിരുന്നാലും അത്തരത്തിലൊരു സാധ്യതകളെ തള്ളിക്കളയുന്നില്ല. പക്ഷെ അത്തരത്തിൽ അഭിപ്രായപ്പെടുന്നവരോട് നമുക്ക് പറയാനുള്ളത്, മിഡിൽ ഈസ്റ്റിലേക്ക് ഇപ്പോൾ നിയോഗിക്കുന്ന 3000-ഓ 4000-ഓ 10,000-ഓ വരുന്ന ഈ US സൈനികരെ കൊണ്ട് ഒരു രീതിയിലും ഇറാനിലുള്ള കരയുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെ ഒരുപക്ഷെ ഈ ചർച്ചയിൽ നിന്ന്, ഈ ചർച്ച ഞങ്ങൾ ആരംഭിക്കുന്നു എന്ന് ഏകപക്ഷീയമായി ട്രംപ് വാദമുന്നയിക്കുമ്പോഴും അപ്പോഴെല്ലാം ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറേ അല്ലെന്നും യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നും തവണകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറാനെയും നമുക്ക് കാണാം. അത്തരത്തിൽ ഈ ചർച്ച ഒരു രീതിയിലും വിജയിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് തലയൂരാൻ ഒരു ചാൻസും ഇതിനിടയ്ക്ക് കിട്ടുകയും ചെയ്യുന്നില്ലെങ്കിൽ യുദ്ധം അബദ്ധവശാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാണെങ്കിലും അമേരിക്കക്ക് മുന്നോട്ട് കൊണ്ടുപോകൽ നിർബന്ധ സാഹചര്യമായി വരും. അത്തരത്തിൽ വരുമ്പോഴാണ് ആ ഒരു കണക്കുകൂട്ടലിൽ നിന്നാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ സൈനികരെ നിയോഗിക്കുകയും ചില യുദ്ധക്കപ്പലുകൾ പിൻവാങ്ങിയതിൻ്റെ R-4 പോലെയുള്ള ലോകത്ത് തന്നെ ഏറ്റവും വലിയ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ പിൻവാങ്ങിയതിന് പകരമായി ചില യുദ്ധക്കപ്പലുകളെ വീണ്ടും നിയോഗിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം, ഇറാന്റെ ആക്രമണത്തിൽ തന്നെയാണ് അമേരിക്കയുടെ ചില യുദ്ധക്കപ്പലുകൾക്ക് പരിക്ക് പറ്റുകയും തീപിടുത്തമുണ്ടാവുകയും പിൻവാങ്ങുകയും ഒക്കെ ചെയ്യേണ്ടി വന്നത്. അമേരിക്കൻ ജെറ്റുകൾക്ക്, യുദ്ധവിമാനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവർ കഴിഞ്ഞ ദിവസം ട്രംപ് തന്നെ അദ്ദേഹത്തിന്റെ ബ്രീഫിങ്ങിൽ പറഞ്ഞത് ദേ ഹാവ് ലിറ്റിൽ ബിറ്റ് പവർ എന്നാണ്. അതായത് ഇറാന്റെ കയ്യിൽ ചെറിയ ഒരു രാജ്യമല്ല, അവർക്കും പവറുണ്ട്, അവർക്ക് അത്യാവശ്യം ശക്തിയുണ്ട്, കുറച്ച് ശക്തി അവർക്കും ഉണ്ട് എന്ന് ട്രംപ് തന്നെ സമ്മതിക്കുകയാണ്. അതായത് അവർ ഉദ്ദേശിച്ചത് പോലെയല്ല. ഇറാന്റെ ആകാശത്ത് നിന്ന് തിരിച്ചടികൾ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇസ്രയേലിലേക്ക് അതിമാരകമായ ആക്രമണം, ഒരു രീതിയിലും തകർക്കാൻ കഴിയാത്ത സെജിൽ മിസൈലുകളും ക്ലസ്റ്റർ ബോംബുകളും ഇറാൻ പ്രയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ മേഖലയിലെ അമേരിക്കൻ ബേസുകൾ ഏകദേശവും ബഹ്റൈനിലും കുവൈത്തിലുമൊക്കെ കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ അമേരിക്കക്ക് വളരെ വലിയ തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സഖ്യരാജ്യങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്ത് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയെ കൈവിട്ടതോടൊപ്പം ലോകത്ത് തന്നെ എനർജി ഷോർട്ടേജ് ഉണ്ടാവുകയും ഹോർമുസ് തുറക്കാത്തൊരവസ്ഥയുണ്ടാവുകയാണെങ്കിൽ ഇറാൻ പറഞ്ഞതുപോലെ $200 ഒരുപക്ഷെ എണ്ണവില കുതിക്കുവാനും ക്രൂഡ് ഓയിലിന്റെ വില കുതിക്കുവാനും സാധ്യതയുണ്ട്. എല്ലാം കൊണ്ടും അമേരിക്കക്ക് വളരെ വലിയ ഭീഷണിയാണ് യുദ്ധം ഉണ്ടാക്കി വെച്ചത്. അതുകൊണ്ട് തന്നെ
തലയൂരാനുള്ള ശ്രമം തന്നെയാണ് അമേരിക്ക നടത്തുന്നതെന്നും ഒരു രീതിയിലും ഇറാൻ അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുവാനുമാണ് ഇത്തരത്തിൽ കൂടുതൽ സൈനികരെ മേഖലയിലേക്ക് അമേരിക്ക നിയോഗിക്കുന്നത് എന്നുമാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും യുദ്ധം ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നും ഇറാൻ ഏത് രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുമെന്നും നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും. അമേരിക്കയുടെ ഈ വാദങ്ങളെയും ഞങ്ങൾ ചർച്ചക്കിറങ്ങി യുദ്ധം അവസാനിക്കാൻ പോകുന്നു, വെടിനിർത്തൽ എന്നൊക്കെയുള്ള പ്രഹസനങ്ങളിലൊന്നും ഇറാൻ ഇതുവരെയും വീണിട്ടില്ല. അവർ യുദ്ധവുമായി മുന്നോട്ട് പോകുക തന്നെയാണ്. ഇസ്രയേലിലേക്ക് കടുത്ത ആക്രമണം നടത്തുന്നത് കൊണ്ട് ഇസ്രയേൽ തിരിച്ച് ഇറാനിലേക്കും അവരുടെ ശക്തി മുഴുവനും ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മീഡിയകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഗതി എങ്ങോട്ടെന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാവും. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.